അസ്സലാമു അലൈക്കും. നസീമ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കേക്ക് ഉണ്ടാക്കാൻ, ബിസ്ക്കറ്റ് വെച്ചുള്ള ഒരു കേക്കാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് 2 പാക്കറ്റ് മിൽക്കി ബിക്കീസ് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിലാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് മൈദ മാവ് ഒന്നും വേണ്ട. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്നും നമുക്ക് കണ്ടു നോക്കാം. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബിസ്ക്കറ്റ് ഒരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒടിച്ച് നമുക്ക് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമുക്ക് കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടും. ഈ കേക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ബിസ്ക്കറ്റ് കഴിക്കുന്നതിനേക്കാളും കേക്ക് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണിത്. നമുക്ക് മൈദ ഒന്നും വേണ്ട. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം കുട്ടികൾക്ക്. പെട്ടെന്ന് തയ്യാറാക്കാൻ ചെയ്യാം. ഇനി നമുക്ക് ഈ ജാറിലേക്ക്, മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. നമുക്കിനി പൊടിച്ചെടുത്തിട്ട് വരാം. എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വച്ചേക്കാം. അതേ മിക്സിയുടെ ജാർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മുട്ട നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബിസ്ക്കറ്റിൽ നല്ല മധുരം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ അതനുസരിച്ച് ചേർത്തോളണം. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. മുട്ട നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് ബട്ടർ കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മിനിറ്റ് കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി പൊടിച്ച് വെച്ച ബിസ്ക്കറ്റിനകത്ത് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് മിക്സാക്കി എടുക്കാം പാലൊഴിച്ച്. നമുക്കതിലേക്ക് അടിച്ചു വച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കാം. മൈദ ഒന്നും ഇല്ലാത്തതാണ്. നമുക്ക് എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാമെന്നുള്ളതാണിത്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനും. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു കേക്കിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മോൾഡിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത് ഓവനിലാണ് വെക്കുന്നത്. ഒരു 5 മിനിറ്റ് ഞാൻ ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് എന്നിട്ട് നമുക്ക് 160 ഡിഗ്രിയിലാണ് ഇത്. 20 മിനിറ്റ് വെച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് അടുപ്പത്ത് വേണമെങ്കിലും വയ്ക്കാം. കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി കേക്കാണ്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിതിലേക്ക് ഒന്ന് തട്ടാം. സൂപ്പർ കേക്ക് കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി കഴിച്ച് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഒന്ന് കട്ട് ചെയ്ത് നോക്കാമല്ലോ. എന്തോ സോഫ്റ്റ് എന്നറിയാം ഈ കേക്ക്. അടിപൊളി കേക്കാണ് കേട്ടോ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ ഇനി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം.
താങ്ക് യു.